പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂൺ മാസം 22-ാം തീയതി തിങ്കളാഴ്ച. പുതിയ പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല തമ്പുരാന് നന്ദി പറയാം. ഇന്നത്തെ എല്ലാ പ്രവർത്തന മേഖലകളും കർത്താവിൻ്റെ കാരുണ്യത്തിനായി സമർപ്പിക്കാം. വിജയം നൽകുന്ന അവിടുത്തെ വലം കൈ കൂടെ ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 19-ാം വചനം ധ്യാനിക്കാം. നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നു എങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. മാമോദീസ സ്വീകരണ വേളയിൽ നമ്മുടെ നെറ്റിത്തടത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് ചാർത്തപ്പെട്ട മുദ്ര ഒരിക്കലും മായ്ക്കാനാകാത്തതാണെന്ന് ഓർക്കുക. ആ മുദ്ര സാത്താന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ നാം അവൻ്റെ ശത്രുവാണ്. നാം എത്രയൊക്കെ അവൻ്റെ കൂടെ നിന്നാലും അവസാനം അവൻ നമ്മെ നശിപ്പിക്കും എന്നോർക്കുക. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സ്വന്തമാണെന്ന ബോധ്യം എപ്പോഴും നിലനിർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.